എസ് മാധവൻ സർ, ഡോക്ടർ സുരേഷ്, ഡോക്ടർ അൻവർ ഹുസൈൻ, മിസ് സത്യൻ, ബഷീർ സർ, സി ടി സർ, കുഞ്ഞലവി സർ, മിസ്റ്റർ ഗഫൂർ, മിസ്റ്റർ അഹമ്മദ് കുട്ടി സർ, സദസ്സിലുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഷെയ്ഖ് അൻസാരി അവാർഡിൻ്റെ 4ാമത്തെ വാദന ചടങ്ങിലെത്തുമ്പോൾ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ഒന്ന്, കെയർ എന്ന് പറയുന്ന, ശ്രദ്ധ എന്ന് പറയുന്ന ഒരു വാല്യൂ, ഒരു ക്വാളിറ്റി, ഒരു ഗുണം, ഒരു ശക്തി. രണ്ടാമത്തത് സന്നദ്ധ പ്രവർത്തനം, സന്നദ്ധ സേവനം, വോളണ്ടിയറിസം എന്ന് പറയുന്ന ഒരാശയം. ഈ രണ്ടും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ആശയമാണ്, ഒരു സ്വപ്നമാണ്, ഒരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനം നിങ്ങളുടെ മതം ഏതാവട്ടെ, നിങ്ങളുടെ ഭാഷ ഏതാവട്ടെ, നിങ്ങളുടെ ജാതി ഏതാവട്ടെ, നിങ്ങളുടെ ലിംഗം ഏതാവട്ടെ, നിങ്ങൾ എവിടെ നിന്ന് വന്നാലും, നിങ്ങൾക്ക് പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടും, നിങ്ങൾക്ക് മരുന്ന് കിട്ടും, നിങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടും, നിങ്ങൾക്ക് അന്തസ്സുണ്ടാവും എന്ന ആശയത്തിലാണ് വളരെ ലളിതമായി ഇന്ത്യ എന്ന് നമ്മൾ പറയുന്നത്. ആ ആശയത്തിലേക്ക് വളരുക എന്നുള്ളതാണ് ഇന്ത്യക്കാർ നമുക്ക് ചെയ്യാനുള്ളതെങ്കിൽ അതിൻ്റെ അടിയിലുള്ള ഒരു സാധനം ശ്രദ്ധയാണ്. ആ ശ്രദ്ധയാണ് ഷെയ്ഖ് അൻസാരി ദയാപുരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മളോട് എല്ലാവരോടും പറഞ്ഞു വെച്ച ഒരു വാചകം. മരുന്നോ ഭക്ഷണമോ വിദ്യാഭ്യാസമോ കിട്ടാതെ കഷ്ടപ്പെടുന്ന ആർക്കും അവരുടെ മതമോ പ്രദേശമോ ഏതാവട്ടെ ഒരു അഭയസ്ഥാനമായി ദയാപുരം മാറണം എന്നുള്ളൊരു വാക്ക് ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എല്ലാവരോടും സിറ്റി സാറോട് പ്രത്യേകിച്ചും പറഞ്ഞേൽപ്പിച്ചിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അപ്പോൾ ആ ശ്രദ്ധയാണ് നമ്മുടെ രാജ്യമായി മാറുന്നത്, നമ്മുടെ കൂട്ടായ്മയായി മാറുന്നത്, നമ്മെ ഒരു ജനതയാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ ഒരു ശ്രദ്ധ രാജ്യത്തിന് പ്രധാനമാണ്, സംസ്ഥാനത്തിന് പ്രധാനമാണ്, സ്ഥാപനത്തിന് പ്രധാനമാണ്, എല്ലാവർക്കും പ്രധാനമാണ്. ഈ ശ്രദ്ധ ഒരു അവകാശമാണ് എന്ന് പറയുന്ന ഒരു കേന്ദ്രം 31 വർഷം മുമ്പ് ഒരു കൂട്ടായ്മ ആദ്യം ഒരു ആലോചനയായി, പിന്നെ അതൊരു ആശയമായി, പിന്നെ ഒരു പ്രവർത്തന മേഖലയായി, പിന്നെ അതൊരു സ്ഥാപനമായി മാറിയ ഒരു സ്ഥാപനത്തെ കൊണ്ടാടുക എന്ന് പറയുന്നത്, അതിനെ ആഘോഷിക്കുക എന്ന് പറയുന്നത്, അതിനെ ഓർമ്മിക്കുക എന്ന് പറയുന്നത് ദയാപുരം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ദയാപുരം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ നമ്മൾ വലിയൊരു മൂല്യത്തെ ചെറിയ രീതിയിൽ ഉയർത്തിപ്പിടിക്കാനും ആത്മാർത്ഥമായി ജീവിക്കാനും ശ്രമിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമുക്ക് ഇത് ചെയ്യുന്ന, നമ്മളെക്കാൾ ഗംഭീരമായിട്ട് ആഴത്തിൽ, വ്യാപ്തിയിൽ, ഉയരത്തിൽ ഇത് ചെയ്യുന്ന ആളുകളെ കൊണ്ടാടുക എന്നുള്ളത് നമുക്ക് ഹൃദയം നിറയുന്ന, വളരെ സന്തോഷം തോന്നുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത് ശ്രദ്ധയുടെ, കെയറിൻ്റെ ഒരു സംസ്കാരത്തെ, ഒരു ആശയത്തെ അവതരിപ്പിച്ച ഒരു കൂട്ടായ്മയെ കൊണ്ടാടാനുള്ള, അങ്ങനെ തന്നെ ആലോചിക്കുന്ന വേറൊരു കൂട്ടായ്മയുടെ അതിൻ്റെ സ്ഥാപക പ്രചോദനത്തിൻ്റെ പേരിലുള്ള ഒരു സായാഹ്നമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ശ്രദ്ധയുടെ, സ്നേഹത്തിൻ്റെ, ദയയുടെ ഒരു സായാഹ്നമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തെ കാര്യം വോളണ്ടിയറിസമാണ്. കാരണം നമ്മളൊക്കെ ജോലികൾ ചെയ്യുന്നു, നമുക്കൊക്കെ നമ്മുടെ പണികളുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് നമുക്കൊക്കെ കുറച്ച് സമയമുണ്ട്, കുറച്ച് ശ്രദ്ധ, കുറച്ച് പണം, കുറച്ച് സ്കില്ലുകൾ, കുറച്ച് കോൺടാക്റ്റുകളൊക്കെ നമുക്കുണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുകൊണ്ടൊക്കെ എന്തുണ്ടാക്കാൻ പറ്റും? സന്നദ്ധ പ്രവർത്തനത്തിന് എന്ത് ചെയ്യാൻ പറ്റും? സന്നദ്ധ പ്രവർത്തനത്തിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം രാജ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ തെളിവാണ് ഇന്ത്യ. നമ്മൾ മറന്നുപോയൊരു സാധനമാണ് വോളണ്ടിയറിസം എന്ന് പറയുന്നത്. വക്കീലന്മാരും ബാക്കിയുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളൊക്കെ കൂടിച്ചേർന്ന് കൊല്ലത്തിലൊരിക്കൽ ഒരു മീറ്റിംഗ് കൂടി അതിന് കോൺഗ്രസ് പേരിട്ടിട്ട് ഒരു ആശയം തുടങ്ങുന്നു, അല്ലേ? ഈ ഒരു വോളണ്ടിയറിസം എന്ന് പറയുന്ന സ്പിരിറ്റിലാണ് ദയാപുരം സന്നദ്ധ പ്രവർത്തകർ നടത്തുന്നൊരു സ്ഥാപനമാണ്. പല അധ്യാപകരുണ്ട്, എഴുത്തുകാരുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്, കച്ചവടക്കാരുണ്ട്, വേറെ പല ആളുകളുണ്ട്. അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ തന്നെ അതിൻ്റെ ഒരു മനസ്സൊരു സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ മനസ്സുപോലെ ആക്കിയിട്ട് ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയ്ക്ക് IPM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ തരുന്നൊരു വലിയ എനർജി എന്താണെന്ന് വെച്ചാൽ, ഒരാലോചന കുറച്ച് ഡോക്ടർമാർ തുടങ്ങുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, ഒരാശയം പറയുന്നു, അതിന് മെഡിക്കൽ കോളേജ് കുറച്ച് സ്ഥലം കൊടുക്കുന്നു, സൗകര്യങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ വന്ന് ഒരു 20,000 രോഗികളെ ഒരാഴ്ച നോക്കുന്ന ഒരു വർഷത്തിൽ നോക്കുന്ന ഒരു സിസ്റ്റം അവരുണ്ടാക്കുന്നു.
എത്രയോ രാജ്യങ്ങളിൽ ഞാൻ എൻ്റെ ബ്രോഷർ നോക്കണം, എത്യോപ്യ, UK, സിംഗപ്പൂർ, എല്ലാ സ്ഥലത്തും. കാരണം കോഴിക്കോട് പെരുമകളുള്ള ഒരു സ്ഥലമാണ്. കോഴിക്കോട് മധ്യകാലം തുടങ്ങി പെരുമകളുള്ള സ്ഥലമാണ് കോഴിക്കോട്. കാലിക്കൂത്തായിട്ടും കാലിക്കറ്റായിട്ടും അല്ലേ. അതിൻ്റെ ഇന്നത്തെ പെരുമകളിലൊന്ന്, പല പെരുമകളുണ്ട്, ബഷീർ വന്ന് അവസാനം ചേരുന്നത് വയലാരിൽ നിന്ന് എത്തിച്ചേരുന്ന കോഴിക്കോടാണ്. MT കോഴിക്കോടാണ്. ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ കോഴിക്കോടാണ്. ഇന്ന് പാലിയേറ്റീവ്, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കോഴിക്കോടിൻ്റെ പെരുമകളിൽ, നന്മകളിൽ, വലുപ്പങ്ങളിലൊന്നാണ്. അപ്പോൾ നമ്മുടെ അയൽവാസികളാണ് നമ്മുടെ കൂടുതൽ. അപ്പോൾ ഈ ഒരു ശ്രദ്ധയുടെയും വോളണ്ടിയറിസ്റ്റിൻ്റെ ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടായ്മയെ നമ്മൾ എത്രയായിട്ട് നമ്മൾ അറിയും. കാരണം ഞാനൊക്കെ കാണുന്നത് ഡിഗ്രിക്ക് ഞാൻ ദേവരി കോളേജിലാണ് പഠിച്ചത്. അന്ന് തന്നെ ഇങ്ങനെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഡോക്ടർമാർ, നമ്മൾ അറിയുന്ന പല ഡോക്ടർമാരും പല സമയത്തും ഇന്ന് ഈ ഞായറാഴ്ച ഞങ്ങൾ കൺസൾട്ട് ചെയ്യുന്നില്ല, പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ പണിക്ക് പോവുകയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ബന്ധുക്കളായ ഡോക്ടർമാരൊക്കെ. കുറേ കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ, സാമൂഹ്യ പ്രവർത്തനത്തിലോ സന്നദ്ധപ്രവർത്തനത്തിലോ വരാത്ത പല ആളുകളും പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് നമ്മളെ കാണുന്നുണ്ട്, നമ്മളോട് സഹായങ്ങൾ വേണമെന്ന് പറയുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അവരൊക്കെ ഉള്ളിലുള്ള എല്ലാ മനുഷ്യരിലും. വില്യം ബ്ലേക്കിൻ്റെ ഒരു വാചകമുണ്ട്, there's a moment in every day that the devil cannot capture. ഒരു പിശാചിനും ഒരു തിന്മയ്ക്കും കിട്ടാത്തൊരു മൊമെൻ്റ് എല്ലാ ദിവസത്തിലുണ്ടെന്ന് ബ്ലേക്ക് പറയുന്നുണ്ട്. ആ ഒരു മൊമെൻറ്റിനെ എടുത്ത് മനസ്സിലാക്കി അതിനെ വളർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ ധാർമ്മികത ഉണ്ടാക്കുക, അങ്ങനെ ഒരു ജനതയായി മാറുക, അങ്ങനെ ശ്രദ്ധയുടെയും നമുക്കെന്ത് കൊടുക്കാൻ പറ്റും, നമുക്കെന്ത് കിട്ടാനുണ്ട് എന്നല്ല, നമുക്കെന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് ആളുകളെ എത്തിക്കുക എന്നുള്ളതാണ് ഏത് പ്രവർത്തനത്തിൻ്റെ. ഇത് ചാരിറ്റി എന്നല്ല, ഇത് നമ്മൾ ഞങ്ങൾ ചാരിറ്റി ആയിട്ട് ചെയ്യാനല്ല. അത് വളരെ നിന്ദനീയമായൊരു വാചകമാണെന്ന് വിചാരിക്കും. കാരണം നമ്മുടെ ഒക്കെ ഉത്തരവാദിത്വമാണ്.